ഓക്കെ, അപ്പോൾ നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൻ്റെ പാർട്ട് 3 നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. വീണ്ടും നമ്മൾ ഈ പറഞ്ഞ ജനറൽ ഇക്വേഷനാണ്, ജനറൽ സൊല്യൂഷനാണ് കണ്ടുപിടിക്കേണ്ടത്. എന്തല്ലേ ഇല്ലത് ഇ റൈസ് ടു എക്സ് പ്ലസ് ഇ റൈസ് ടു മൈനസ് എക്സ് ഡി വൈ മൈനസ് ഇ റൈസ് ടു എക്സ് മൈനസ് ഇ റൈസ് ടു മൈനസ് എക്സ് ഡി എക്സ് ഇക്വൽ 0. ഓക്കെ, ഇവിടെ കുറച്ച് റീഅറേഞ്ച്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്ന വേരിയബിൾ സെപ്പറബിൾ ഫോം വെച്ചിട്ട് തന്നെ നമുക്ക് എക്സിനെല്ലാം ടേംസ് ഒരു സൈഡിൽ വൈനെല്ലാം ഒരു ടേംസ് എല്ലാം വേറെ സൈഡിൽ ഡയറക്റ്റ് ഇൻറ്റഗ്രേഷൻ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഒരു കാര്യം ചെയ്യും, ഈ മൈനസ് ഇ റൈസ് ടു എക്സ് മൈനസ് ഇ റൈസ് ടു മൈനസ് എക്സ് ഡി എക്സ് എന്നാൽ ഇത് ഇപ്പുറത്തേക്ക് പറഞ്ഞേക്കാം. അപ്പോൾ ഈ മൈനസ് ഇപ്പുറത്തേക്ക് വരുമ്പോൾ പ്ലസ് ആവും. അപ്പോൾ ഇ റൈസ് ടു എക്സ് പ്ലസ് ഇ റൈസ് ടു മൈനസ് എക്സ് ഡി എക്സ് ഡി വൈ അല്ലെങ്കിൽ ഇ റൈസ് ടു എക്സ് മൈനസ് ഇ റൈസ് ടു മൈനസ് എക്സ് ഡി എക്സ്. ഇനി എന്ത് ചെയ്യുക, ഇതിനെ ഇവിടെ താഴെ പറഞ്ഞേക്കോ, ഈ ഡി എക്സിന് ഇങ്ങോട്ടേക്ക് വരും. അപ്പോൾ എന്ത് സംഭവിച്ച് അല്ലല്ലോ, അങ്ങനെ പറഞ്ഞേക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ ഇവിടെ നിന്ന് ആക്ച്വലി ചെയ്യേണ്ടത് ഒരു കാര്യം ചെയ്താൽ മതി. ഇതെല്ലാം എക്സിൻ്റെ ടേംസ് ആണ്. ആകെ ഡി വൈ എന്ന് പറയുന്നത് ഇവിടെ വൈൻ്റെ ടേംസ് വേറൊന്നുമില്ല, ഡി വൈ എന്ന് പറയുന്ന ഒറ്റ ടേമിലോ. അപ്പോൾ എന്ത് ചെയ്യുക, ഇതിന് അങ്ങോട്ടേക്ക് പറഞ്ഞേക്ക് ഈ ഡി വൈന് അടുത്ത് തന്നെ വെക്കും. അപ്പോൾ ഡി വൈ ഇസിക്കൽ ടു ഇ റൈസ് ടു എക്സ് മൈനസ് ഇ റൈസ് ടു മൈനസ് എക്സ് ഡി വൈ. ഇത് താഴെ വരുമ്പോൾ ഇ റൈസ് ടു എക്സ് പ്ലസ് ഇ റൈസ് ടു മൈനസ് എക്സ് ഡി എക്സ്. ഇനിയിപ്പോൾ എന്താ, വൈൻ്റെ ടേംസിൽ ഒരു സൈഡിൽ എക്സിൻ്റെ ടേംസിൽ ഒരു സൈഡിൽ എന്ത് ചെയ്യുക, ഡയറക്റ്റ് ഇൻറ്റഗ്രേഷൻ ചെയ്യുക, വേരിയബിൾ സെപ്പറബിൾ ഫോം. അപ്പോൾ ഇൻറ്റഗ്രൽ ഡി വൈ എന്ന് പറയുമ്പോൾ അതെന്തായാലും ഓബ്വിയസ്ലി വൈ ആ വരാൻ പോകുന്നത്, അത് തന്നെ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഇവിടെ അപ്പം കുറച്ച് പണിയുണ്ട്. ഇതെന്താ ചെയ്യേണ്ടത്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇതിൻ്റെ ആക്ച്വലി ഡെറിവേറ്റീവ് അല്ലേ മുകളിൽ കിടക്കുക. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കി നോക്ക്. ഇ റൈസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇ റൈസ് ടു എക്സ്, ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്താണ് ഇ റൈസ് ടു മൈനസ് എക്സിൻ്റെ, പക്ഷേ മൈനസ് എക്സിൻ്റെ കോവിഷ്യനെ കൊണ്ടിന് മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ എന്ത് വരും, ഇവിടെ ഒരു മൈനസ് 1 വരും. അപ്പോൾ ഇ റൈസ് ടു അതന്നെ. അപ്പോൾ എന്താ ഇതിൻ്റെ ആക്ച്വലി നമ്മൾ ടി എന്ന് പറഞ്ഞിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക ഡിനോമിനേറ്ററിന്. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് ഇ റൈസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇ റൈസ് ടു എക്സ്, ഇ റൈസ് ടു മൈനസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇ റൈസ് ടു മൈനസ് എക്സിൻ്റെ, പക്ഷേ മൈനസ് 1 കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പോൾ ഇ റൈസ് ടു എക്സ് മൈനസ് ഇ റൈസ് ടു മൈനസ് എക്സ്, ടീൻ്റെ ഡെറിവേറ്റീവ് ഡി ടി ബൈ ഡി എക്സ്. എടാ അതല്ലേ ആക്ച്വലി ഇവിടെ ഇങ്ങനെ കിടക്കുന്നത്. ഇങ്ങനെ എന്താണ് വണ്ടക കക്ഷത്തിൽ ഇങ്ങനെ കൊടുത്തിട്ട് ഇ റൈസ് ടു എക്സ് മൈനസ് ഇ റൈസ് ടു മൈനസ് എക്സ് ഡി എക്സ്, അതിനെ ഡി ടി എന്ന് പറയുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. അപ്പോൾ ഈക്വൽ ടു, അപ്പോൾ ഇൻ്റഗ്രൽ ഡി വൈ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഇ റൈസ് ടു എക്സ് മൈനസ് ഇ റൈസ് ടു മൈനസ് എക്സ്, പിന്നെ ഈ ഡി എക്സിന് പകരം എന്ത് ചെയ്യുക, ഡി ടി ഡിവൈഡ് ബൈ ഇ റൈസ് ടു അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. ഇങ്ങനെ ഇത് കംപ്ലീറ്റ് എന്ത് ചെയ്യുക, ആക്ച്വലി ഐ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ കംപ്ലീറ്റ് ഈ സാധനമില്ല, ഇതിന് മൊത്തം പകരം ഡി ടി എന്ന് എടുക്കുക, ഡിവൈഡഡ് ബൈ നമ്മൾ ഈ താഴത്തിലെ സാധനത്തിന് ആക്ച്വലി ടി എന്ന് പറയുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് ടി എന്ന് പറയുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക, അത്ര ചെയ്താൽ മതി. ഇങ്ങനെ ആക്ച്വലി നമ്മളെന്താണ് നമ്മൾ ചെയ്തു വരുന്ന ബിഗിനർ ലെവലാണ്. ബിഗിനേഴ്സിന് ഇത് മനസ്സിൽ വേണ്ടിയിട്ടാണ്. പക്ഷേ നമ്മളെന്താണ് ഇൻറ്റഗ്രേഷൻ ചെയ്ത് കുറച്ച് എക്സ്പീരിയൻസ് ആയി വരും തോറും നമുക്ക് തന്നെ പെട്ടെന്ന് ഇത് ഇ റൈസ് ടു എക്സ് മൈനസ് ഇ റൈസ് ടു മൈനസ് എക്സ് ഡി എക്സ് ഇസിക്കലും ഡി ടി എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ എഴുതാൻ വേണ്ടി പറ്റണം. ഇൻ്റഗ്രൽ ഡി ടി ഡിവൈഡ് ബൈ ടി, ഇതെന്തായാലും ലോഗ് ടി ആണ്. ലോഗ് ടീനെ നമ്മൾ എന്തായിരുന്നു കൊടുത്തത്, ആക്ച്വലി ഇ റൈസ് ടു എക്സ് പ്ലസ് അല്ലേ, ഇ റൈസ് ടു എക്സ് പ്ലസ് ഇ റൈസ് ടു മൈനസ് എക്സ്. അപ്പോൾ ഡി വൈൻ്റെ ഇൻ്റഗ്രൽ എന്താണ് വൈ ആണ്. പിന്നെ നമ്മളിപ്പം കണ്ടുപിടിച്ച് മറ്റേ നമ്മളിപ്പോൾ ഈ ചെയ്തതിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് ലോഗ് ടി പ്ലസ് സി ഉണ്ട്. അപ്പോൾ ടീന് പകരം സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. അപ്പോൾ വൈ സിക്കൽ ലോഗ് ടീന് പകരം സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്ന സമയത്ത് ഇ റൈസ് ടു എക്സ് പ്ലസ് ഇ റൈസ് ടു മൈനസ് എക്സ്, അത് മോഡിൻ്റെ ഉള്ളിലിടാം, കാരണം ലോഗ് ഒരിക്കലും നെഗറ്റീവ് ആകാൻ പറ്റില്ല. പിന്നെ എന്നിട്ട് പ്ലസ് സി, ദിസ് വിൽ ബി ദ ഫൈനൽ ആൻസർ. അത് ഞാൻ വീണ്ടും എന്താണ് എളുപ്പമുള്ള ക്വസ്റ്റൻസ് ആണ് ഡിസ്കസ് ചെയ്ത് നമുക്ക് ഇനി എന്താണ് മുന്നോട്ടേക്ക് വരുമ്പോൾ നല്ല ടഫായുള്ള ക്വസ്റ്റൻസ് ഹോമോജനസിൽ എത്തട്ടെ, അന്നേരം നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ വിഷമം മനസ്സിലാവും. ഇപ്പോൾ ഇത് വളരെ എളുപ്പത്തിലുള്ള ക്വസ്റ്റൻ ആയിരിക്കും ചെയ്യാൻ പറ്റുന്നുണ്ട് പെട്ടെന്ന് തന്നെ, പക്ഷേ ഹോമോജനസിലെത്തുമ്പോൾ അതിൻ്റെ യഥാർത്ഥ പ്രയാസങ്ങൾ തീരും. അപ്പോൾ തൽക്കാലത്തേക്ക് എന്താണ് നമുക്ക് ശുഭപ്രതീക്ഷയോടുകൂടി ഇന്നത്തെ ഒരു വീഡിയോ അങ്ങ് അവസാനിപ്പിക്കാം.